ബാങ്ക് വിളിക്കുന്ന വ്യക്തി ഇടയ്ക്ക് ബാങ്കിന്റെ ലഫ്ലുകൾ പറയുന്നത് പ്രത്യേകം സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യം. ഈ വിഷയകമായി പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞത് ബാങ്ക് കൊടുക്കുന്ന ആളും ആ ബാങ്ക് കൊടുക്കുന്നതോടൊപ്പം ഓരോ പദങ്ങളും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നിന്നിട്ട് ആ പദം ആവർത്തിച്ച് പറയണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. രണ്ടാമത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് ആവശ്യമില്ല, ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുത്താൽ മതി, അതിനുശേഷമുള്ള പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ചെയ്താൽ മതി, ബാങ്ക് കൊടുക്കുന്ന പദങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതില്ല. പക്ഷെ ഇവിടെ ഈ രണ്ട് വിഭാഗം ആളുകളും അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇദാ സമയത്തും നിദാ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, നിങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ മുഅദ്ദിൻ അതായത് ബാങ്ക് കൊടുക്കുന്ന വ്യക്തി പറയുന്നത് പോലെ നിങ്ങളും പറയുക എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മുത്തഫഖുൻ അലൈഹി ഹദീസ്. ഈ ഹദീസാണ് രണ്ട് വിഭാഗം ആളുകളും അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. അതിലൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ ബാങ്ക് കൊടുക്കുന്ന വ്യക്തിയും ബാങ്കിന്റെ പദങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അദ്ദേഹവും അത് പറയണം, അദ്ദേഹത്തിനും അത് പറയുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ള അഭിപ്രായമാണ്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹിലെ പോലെയുള്ള, അതുപോലെ തന്നെ ഷെയ്ഖ് ഹുസൈമീൻ റഹ്മത്തുള്ളാഹിലെ പോലെയുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ ആധുനികരായ പണ്ഡിതന്മാരിൽ പിന്നെ മുഹമ്മദ് മുഖ്താർ ഷിൻഖീത്തി ഹഫിളഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ രണ്ട് അഭിപ്രായങ്ങളും ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ ഏറ്റവും റാജിഹായിട്ടുള്ള ശരിയായ അഭിപ്രായമായിട്ട് ഈ വിഷയത്തിൽ പറയുന്നത് ബാങ്ക് കൊടുക്കുന്ന വ്യക്തി അതിന്റെ പദങ്ങൾ പറയേണ്ടതില്ല എന്നാണ്. ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹിലേക്ക് പറയുന്നുണ്ട്, ഈ ഹദീസിൽ വന്ന പദം ഇദാ സമിഅതും അന്നിദാ, നിങ്ങൾ ബാങ്ക് കേട്ടാൽ എന്നാണ്. അപ്പൊ ബാങ്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തിയാണ് അതിന് അതേപോലെ ആവർത്തിച്ച് പറയേണ്ടത്. ബാങ്ക് കൊടുക്കുന്ന വ്യക്തി അത് കേൾക്കുന്ന വ്യക്തിയല്ല, അത് ബാങ്ക് കൊടുക്കുന്ന വ്യക്തിയാണ്, അയാൾ അത് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആ ബാങ്ക് കൊടുക്കുക, അതിനുശേഷം വരുന്ന പ്രാർത്ഥന ചെല്ലുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ബാങ്കിന്റെ പദങ്ങൾ കേട്ട ആള് പറയണം എന്നതിന്റെ പരിധിയിൽ കൊടുക്കുന്ന ആള് വരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഷെയ്ഖ് ഹുസൈമീനൊക്കെ ഈ വിശദീകരണത്തിൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ അഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായിട്ടും കൂടുതൽ പണ്ഡിതന്മാര് തർജീഹ് ചെയ്തിട്ടുള്ളതും ഈ വിഷയം തന്നെയാണ്. മുഹമ്മദ് മുഖ്താർ ഷിൻഖീത്തി ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭ പണ്ഡിതനാണ്. അദ്ദേഹവും ഈ അഭിപ്രായമാണ് ലാസ്റ്റ് തർജീഹ് ചെയ്യുന്നത്. ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും ഇതിലേറ്റവും ശരിയായിട്ടുള്ളതും കൂടുതൽ തെളിവിനോട് യോജിക്കുന്നതും പണ്ഡിതന്മാര് കൂടുതലും തർജീഹ് ചെയ്തിട്ടുള്ളതുമായ അഭിപ്രായം ബാങ്ക് കൊടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യേണ്ട, അത് ആവർത്തിച്ച് പറയേണ്ടതില്ല. അദ്ദേഹം ബാങ്ക് കൊടുക്കുക മാത്രം ചെയ്യുക. കാരണം അദ്ദേഹത്തിന് അതിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് തന്നെ ധാരാളം ഫദലുകളും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ശ്രേഷ്ഠതയും ഫദലുകളും അദ്ദേഹത്തിന് ലഭിക്കും. അപ്പൊ ഇത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ് ആ വിഷയത്തിൽ ശരിയായ അഭിപ്രായമായിട്ട് പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.